ഏതാ സ്ഥലം നോക്ക്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് പോലും ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാലിത് ഇങ്ങനെ ഒന്ന് ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് താഴ്ച അത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്താണ്. പക്ഷേ വേറെ വൈബാണ് ഗൈസ്. അപ്പം നേരം വെളുത്തിരിക്കുകയാണ്. നമ്മൾ ടെൻറ്റിൽ നിന്ന് ടെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഒരു വ്യൂ നമ്മൾ കാണാൻ പോവാണ്. നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡേ ടൈമിലല്ല ഇവിടെ വന്നത്, നിങ്ങൾക്ക് അറിയായിരിക്കും. നൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഇവിടുത്തെ വ്യൂ ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഈ ടെൻറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടുത്തെ ആ വ്യൂ കാണാനായിട്ട് പോവാണ്. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. നോക്ക് ഗൈസ്, ഏതാ സ്ഥലം നോക്ക്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് പോലും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇവിടുത്തെ ഒരു ജിയോഗ്രഫിയെക്കുറിച്ച്, ഇവിടുത്തെ എങ്ങനെയാണ് ഈ സ്ഥലം ഉണ്ടാവുമെന്ന് ഏകദേശം അറിയാം, നമ്മൾ വീഡിയോ ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്രത്തോളം വൈബ് ഉണ്ടാവുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഗൈസ്. നോക്കൂ, എത്ര മനോഹരമാണെന്ന് നോക്ക് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ജബൽ ജയ്സിലെ സുപ്രഭാതം കാണാനായിട്ട് പോവുകയാണ്. മോർണിംഗ് വൈബ് ഗൈസ്. 1900 മേലെ മീറ്റർ ഉയരത്തിൽ ഹൈറ്റുള്ള ഈ മലനിരകളിലെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോവാണ്. നേരം വെളുത്തിരിക്കുകയാണ് ഗൈസ്. വെളിച്ചം അത്യാവശ്യം വന്നു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. 1.5 തണുപ്പാണ്. നല്ല വിറയുണ്ട് കേട്ടോ. അമ്മാതിരി തണുപ്പ്, നമ്മൾ വിചാരിക്കുന്നതിലും അധികം തണുപ്പാണ്. കാരണം ചുറ്റും വലിയ മലകളാണല്ലോ, അത്രത്തോളം ഹൈറ്റിലുമാണ് നമ്മളുള്ളത്. സൂര്യൻ ഇവിടെ എത്തണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും, കാരണം ഇത്രത്തോളം ഹൈറ്റിൽ എത്തണ്ടേ. അപ്പോഴേ നമുക്ക് സൂര്യനെ ശരിക്കും കാണാൻ പറ്റുള്ളൂ. സൂര്യനെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ 6 മണിയാകുമ്പോഴേക്കും സൂര്യൻ വന്നു തുടങ്ങും. പക്ഷേ ഈ മലകളുടെ മുകളിലേക്ക് എത്തുമ്പോഴേക്ക് അത്യാവശ്യം നല്ല സമയമാകുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കേസ്, നമ്മൾ ഇൻ്റർസ്റ്റെല്ലാർ സിനിമ കണ്ടിട്ടില്ലേ, അതിലെ മൂണിൽ പോയൊരവസ്ഥയാണ് ഇവിടെ. കാരണം അതേപോലെയുള്ള സ്ഥലങ്ങളാണ്, മൊത്തം പാറകളും അതുപോലെ വലിയ വലിയ മലകളും മാത്രം. ഒരു തരി പച്ചപ്പ് പോലും കാണാനില്ല ഗെയ്സ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ടെൻറ്റ് അടിച്ചിരിക്കുന്നത്. നേരെ കണ്ടോ, താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് കാലിത് ഇങ്ങനെ ഒന്ന് ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് താഴ്ച അത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്താണ്. പക്ഷേ വേറെ വൈബാണ്. നമുക്ക് ഇവിടുന്ന് ഇപ്പം നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഇടവഴിയേ ഉള്ളൂ. ഈ വഴിയിലൂടെ വേണം പോകാൻ. ഇവിടുന്ന് കാലൊക്കെ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ഗെയ്സ് പിന്നെ നമുക്ക് ഇതാ അവിടെ കാണാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇതിൽ പോകാനായിട്ട്. ഈ പോകുന്ന വഴിയിലൊക്കെ ടെൻ്റാണ് ഗെയ്സ്. ഒരുപാട് ആളുകൾ വന്ന് വണ്ടി പുറത്തിറങ്ങുമ്പോൾ കേസ്. ഇതാണ് ഷാഹിദിൻ്റെ കാർ. ഈ കാറിനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇതിനോട് ചേർന്നിതാ നമ്മുടെ സ്വന്തം ടെൻറ്റ്. ഇതാണ് ടെൻറ്റിൻ്റെ വ്യൂ. ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇവിടുന്ന് നമ്മളിതാ ഇവിടുന്ന് 2-3 സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് താഴെ എത്തും. കാരണം ഇവിടെ അങ്ങനെ ഒരു സ്ഥലമാണ്. എല്ലാവരും ഇത്രത്തോളം ഒരു റിസ്കി ആയിട്ടുള്ള സ്ഥലത്താണ് ടെൻ്റ് അടിക്കുന്നത്. പക്ഷേ സംഭവം സേഫാണ്, സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല. അപ്പം ഈ ടെൻറ്റിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ
ഇത്രയും ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കിട്ടില്ല. കാരണം അത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ ഇവിടെ ടെൻ്റ് അടിച്ച് നിൽക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ്. അന്യായ വ്യൂ ആണ് കേട്ടോ ഇവിടെ. അടിപൊളി വ്യൂ ആണ്. നൈറ്റ് നമുക്ക് ഈ കോടമഞ്ഞൊക്കെ ഇറങ്ങി വരുന്ന നമുക്ക് നമ്മുടെ മുന്നിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള. കാരണം നമ്മൾ കണ്ണ് തുറക്കുന്ന സമയം കൊണ്ട് ഇവിടെ ഫുള്ള് മഞ്ഞാവും. അതുപോലെ മോർണിംഗ് വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല, അസാധ്യമായിട്ടുള്ള വ്യൂ ആണ്. നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. UAE ഉള്ളവർ വന്ന് മസ്റ്റായിട്ട് ഫാമിലി ആയിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാവരും വന്നിട്ട് സ്റ്റേ ചെയ്യുന്നത്. അത്രത്തോളം ഒരു അടിപൊളി വൈബാണ് കേട്ടോ ഗൈസ് ഇവിടെ. നിങ്ങളിവിടെ ശരിക്കും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡിനൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇവിടെ ഒരുപാട് കഫറ്റീരിയകളുണ്ട്. അതുപോലെ മോർണിംഗിൽ നിങ്ങൾക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഗെയ്സ്, നിങ്ങളിത് കണ്ടോ? ഈ കാണുന്നവയാണ് മലയാടുകൾ. ഈ കാണുന്ന മലകൾക്കിടയിലെ പൊത്തുകളിലാണ് കേട്ടോ ഇത് താമസിക്കുന്നത്. രാവിലെ ആയപ്പോൾ തീറ്റ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ആട്ടിൻകൂട്ടങ്ങളുണ്ട്. ഇതിനെ നമുക്ക് പിടിക്കാനോ ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. ഇവിടെ നിയമപ്രകാരം അത് തെറ്റാണ്. അതുപോലെ തന്നെ ഗെയ്സ്, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന കുറേ റൂൾസൊക്കെ ഉണ്ട് കേട്ടോ. ആ റൂൾസ് മസ്റ്റായിട്ട് പാലിക്കാൻ നോക്കുക. വളരെ സേഫായിട്ട് മാത്രം വരിക. സാഹസികരമായിട്ട് ഈ വലിയ പാറകളിൽ കയറിയുന്ന കൊക്കയുടെ സൈഡിൽ പോയിന്ന് ഫോട്ടോ എടുക്കാൻ, സെൽഫി എടുക്കാനായിട്ട് ഒന്നും ശ്രമിക്കില്ല. വളരെ അപകടം പിടിച്ച സ്ഥലം കൂടിയാണ്. ഗെയ്സ്, അങ്ങനെ കാക്കരിനാട്ടിലൊടുവിൽ സൂര്യൻ എത്താറായിട്ടുണ്ട്. നമ്മുടെ റമീസ്ജി നമ്മുടെ എന്താ പറയണ്ടേ, ടൈം ലാപ്സ് വീഡിയോ എടുക്കാനായിട്ട് 1 മണിക്കൂറോളമായിട്ട് ഇവിടെ കുത്തിയിരിക്കുകയാണ്. സൂര്യൻ വരുമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ സംഭവം എത്തിയിട്ടില്ല. ഏകദേശം ആ ഒരു സൂര്യൻ്റെ ആ ഒരു റിഫ്ലക്ഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സ്കൈയിൽ. പക്ഷെ തണുപ്പ് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. നമ്മുടെ ഈ കൽക്കരി തീവണ്ടിയില്ലേ, അതിലൂടെ പുക പോകുന്ന പോലെ നമ്മുടെ വായിലൂടെ ഇങ്ങനെ പുക പോകുന്നത്. കാരണം അത്രത്തോളം തണുപ്പാണ് ഗെയ്സ്. നിങ്ങൾ കണ്ട ഈ മലയുടെ മുകളിൽ നിറയെ മഞ്ഞുപാളികൾ പോലെ മഞ്ഞിങ്ങനെ വന്ന് കിടക്കുന്നതുണ്ടോ? വളരെ അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ശരിക്കും പറഞ്ഞാൽ പച്ചപ്പുകളൊന്നും ഇല്ലെങ്കിൽ കൂടെ നമ്മുടെ മൈൻഡ് ഹാപ്പിയാക്കുന്ന തരത്തിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടെ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയ്സ്. അത് അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. വീണ്ടും മഴ പെയ്യുകയാണ് ഗെയ്സ്. അപ്പോൾ സൂര്യോദയം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് മേഘങ്ങളൊക്കെ വന്ന് ആകാശത്ത് നിറഞ്ഞിട്ടുണ്ട്. ഗൈസ്, 1 മണിക്കൂറായി പണ്ടാരം പിടിച്ച ടൈം ലാപ്സും സെറ്റ് ചെയ്തിട്ടിരിക്കാൻ തുടങ്ങി. സൂര്യനെ കാണുന്നില്ല, മഴയും പെയ്യുന്നു, ഒടുക്കത്തെ തണുപ്പും കാറ്റും. ഇനിയും സൂര്യൻ വന്നില്ലെങ്കിൽ ഈ പരിപാടി ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും ഗൈസ്. ഇതാ ഒടുവിൽ സൂര്യൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. മലകൾ താണ്ടി മലയുടെ മുകളിലേക്ക് സൂര്യൻ എത്തിയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് പ്രോപ്പർ വ്യൂ കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. അതുപോലെ തന്നെ ഒരുപാട് കാർമേഘങ്ങൾ വന്നിട്ട് സൂര്യനെ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരിക്കുള്ള വ്യൂ കിട്ടില്ല. മഴയുടെ ശക്തി അല്പം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കുകയാണ് ഗെയ്സ്. അങ്ങനെ നമ്മുടെ സൂര്യോദയം കവർ ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹം കുറച്ചൊക്കെ നടന്നെങ്കിലും പൂർണ്ണമായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും നമ്മൾ തിരിച്ചു പോവുകയാണ് ഗെയ്സ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നൈറ്റ് വ്യൂ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ വരുന്ന വഴിയിലെ കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ പോകുന്ന വഴി എങ്ങനെയുണ്ടായിരുന്നു, പോകുന്ന വഴിയിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ കണ്ടിട്ട് പോവാം. ഗെയ്സ്, നിങ്ങളിത് കണ്ടോ? ശരിക്കും വേറെ വൈബാണ് കേട്ടോ. നമ്മൾ ഏതോ ഗ്രഹത്തിൽ പോയ പോലെ. കാരണം അത്രത്തോളം വലിയ മലമുകളിലേക്ക് നമ്മൾ ശരിക്കും വണ്ടി ഓടിച്ച് കയറി വന്നതെന്ന് പറയാം. റോഡൊക്കെ വളരെ നീറ്റാണ്. പക്ഷേ സൂക്ഷിച്ച് ഓടിക്കണം. മഴയും കൂടെയാണ്. പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ ആക്സിഡൻറ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്.
കണ്ടോ ഈ മലനിരകൾ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വേറെ ഒരു വൈബാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം ഹൈറ്റിലെത്തിയെന്നുള്ള ഒരു ശരിക്കുള്ളൊരു ബോധ്യം വരുന്നത് നമ്മൾ തിരിച്ച് ഈ പകൽ വെളിച്ചത്തിൽ പോകുമ്പോഴാണ് ഗൈസ്. ഗെയ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ ഗൈസ്.